Convert the following decimal numbers to 8421 BCD and perform the operation 528 plus 374. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 528 മൈനസ് 374. അപ്പൊ ഇത് ഈ ഒരു ഡെസിമൽ നമ്പേഴ്സിനെ 8421 BCD ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഓപ്പറേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് 528 എന്ന് പറയുന്നത് എന്താണ്? 8421 BCD അല്ലേ? കാരണം എന്താ? 9 മീതുള്ള വാല്യൂസ് ഇല്ല. ഇനി 374 ആണെങ്കിൽ എന്ത് തന്നെയാണ് BCDയിൽ വാലിഡ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് ആണ്. ഓക്കെ, 9ന്റെ അബവ് വരികയാണെങ്കിൽ മാത്രമാണ് എന്ത് നമുക്ക് ശരിക്കും കൺവേർട്ട് ചെയ്യണ്ടോ, കാരണം സെയിം ആണല്ലോ. ഓക്കെ, നമുക്കിവിടെ തന്നിട്ടുള്ളത് 528 പ്ലസ് 374. നോർമൽ ഡെസിമലിൽ ഇത് ആഡ് ചെയ്ത് എങ്ങനെയാ? 8 പ്ലസ് 4 12, 1 ഇവിടെ 2 പ്ലസ് 1 3യും 7ഉം കൂടി ആകുമ്പോൾ 10. ഇവിടെ 1 വീണ്ടും വന്നു 6 3 9. അപ്പൊ ഇത് ഡെസിമലിലെ 902 ആണ്. അത് തന്നെ നമുക്ക് ആഡ് ചെയ്താലും കിട്ടും. ഓക്കെ, അപ്പൊ 5ന്റെ കറസ്പോണ്ടിങ് ബൈനറി ഏതാണ്? 0 1 0 1. 2ന്റെയോ 0 0 1 0. 8ന്റെ എത്രയാ? 1 0 0 0 പ്ലസ് 3യുടെ എത്രയാ? 0 0 1 1. 7ന്റെ എത്രയാ? 0 1 1 1. 4ന്റെ എത്രയാ? 0 1 0 0. നമ്മുടെ നോർമൽ ബൈനറി അഡീഷൻ. 0 പ്ലസ് 0 എന്ന് വെച്ചാ 0. ഇനി 0 പ്ലസ് 0 0. 0 പ്ലസ് 1 1. 1 പ്ലസ് 0 എന്താ? 1. ഇനി ഇവിടെ 0 പ്ലസ് 1 1. 1 പ്ലസ് 1 0 വിത്ത് എ ക്യാരി 1. അപ്പൊ വീണ്ടും 1 പ്ലസ് 1 0 വിത്ത് എ ക്യാരി 1. ഇവിടെ 1 പ്ലസ് 0 എന്താ? 1. ഓക്കെ, 1 പ്ലസ് 1 0 വിത്ത് എ ക്യാരി 1. ഈ 1 പ്ലസ് 1 0 വിത്ത് എ ക്യാരി 1. അല്ലേ? അപ്പൊ വീണ്ടും 1 പ്ലസ് 1 വന്നു 0 വിത്ത് എ ക്യാരി 1. അതായത് ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കി നോക്കിയേ, ഇൻവാലിഡ് സ്റ്റേറ്റ്സ് വരുന്നില്ലേ? ഇതൊരു ഇൻവാലിഡ് സ്റ്റേറ്റ് അല്ലേ? 9നെക്കാട്ടും കൂടുതലുള്ള വാല്യൂ അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 0 1 1 0 ആഡ് ചെയ്ത് കൊടുക്കണം. 0 0 പ്ലസ് 1 1. 1 പ്ലസ് 1 0 വിത്ത് എ ക്യാരി 1 അല്ലേ? 1 പ്ലസ് 1 ചെയ്യുമ്പോൾ 0 വിത്ത് എ ക്യാരി 1. നിങ്ങൾക്കറിയാം, ഈ ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് കൊടുത്തിട്ട് ആഡ് ചെയ്യണം. അതായത് ഇതിനോട് ഈ 1 നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പൊ എനിക്ക് ഇത് കിട്ടും 1 0 1 0. അതായത് 9ന്റെ കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം. 1 പ്ലസ് 1 0 വിത്ത് എ ക്യാരി 1 വരുമ്പോ ആ 1 താഴ്ത്തിക്ക് വരും. പിന്നെ 0 1. അപ്പൊ നമുക്ക് ടോട്ടൽ വരുന്നത് ഈ വാല്യൂ ഞാൻ ഇറക്കി എഴുതുന്നു. ക്യാരി നമ്മൾ ഷിഫ്റ്റ് ചെയ്താണല്ലോ ആഡ് ചെയ്ത്. ഓക്കെ, ഇനി ഇവിടെ ഈ വാല്യൂ വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി 1 0 1 0 എന്ത് തന്നെയാണ്? ഇൻവാലിഡ് സ്റ്റേറ്റ് അല്ലേ? പ്ലസ് 0 1 1 0 ആഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ആ സെയിം വാല്യൂ ഇറക്കി എഴുതാം. ഇവിടെ 0 1 പ്ലസ് 1 0 വിത്ത് എ ക്യാരി 1. 1 പ്ലസ് 1 0 വിത്ത് എ ക്യാരി 1. 1 പ്ലസ് 1 0 വിത്ത് എ ക്യാരി 1. അതെന്താണ്? ഇപ്പുറത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്തെന്ന് കിട്ടി? 1 0 0 1. ഇതല്ലേ? ഇത് കറക്റ്റ് അല്ലേ? ആദ്യത്തത് 9 അല്ലേ? 1 0 0 1 എന്ന് വെച്ചാൽ 9. പിന്നത്തെ എന്താണ്? 0. പിന്നത്തെ എന്താണ്? 2. അതായത് 9 0 2 തന്നെയല്ലേ കിട്ടിയത്? അപ്പൊ നിങ്ങളുടെ ആൻസർ എന്താണ്? കറക്റ്റ് ആണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി -528 - 374.
ഓക്കെ, അപ്പൊ 2-ൽ നിന്ന് ഇങ്ങോട്ട് കടം കൊടുക്കുക. അയ്യോ സോറി, ഇതിന്റെ ആവശ്യമില്ല. 8 - 4 ചെയ്യുമ്പോ 4, പിന്നെ 2. അപ്പൊ ഇവിടെ 5-ൽ നിന്ന് ഇങ്ങോട്ട് കടം കൊടുക്കുമ്പോ 12 കിട്ടും. 12-ൽ നിന്ന് 7 5. ഇവിടെ 4, അപ്പൊ 4-ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 1 1 5 4. ഇതന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഇവിടെ. അപ്പൊ 0 1 0 1 0 0 1 0 1 0 0 0 മൈനസ് 0 0 1 1 0 1 1 1 0 1 0 0. ഓക്കെ, 0 മൈനസ് 0 0 0 മൈനസ് 0 0. ഇനി 0 മൈനസ് 1 എങ്ങനെയാ നമ്മൾ ചെയ്യാറ്? കട എടുക്കുക. നമ്മളിപ്പോ ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ഈ 1-ൽ നിന്ന് നിങ്ങൾ കട എടുത്തത് എന്തായി? 10 പോലെയായി. അതായത് 10 10 എന്ന് വെച്ചാൽ 2 ആണ് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ 2 മൈനസ് 1 1 ആണ്. അപ്പൊ ഇവിടെ എന്തായിരുന്നു? കടം കൊടുത്തോടു കൂടി ഇത് 0 0 മൈനസ് 0 0. ഇനി ഇവിടെ നിങ്ങൾ കൊടുക്കുമ്പോ 2 ആയി. 1 0 എന്ന് വെച്ചാൽ 2 ആന്ന് ഓർക്കണേ. 2 ആയി. 2 മൈനസ് 1 1. ഇവിടെ എന്തായി? 0 ആയി. അപ്പൊ നിങ്ങക്ക് എവിടുന്ന് വാല്യൂ കൊണ്ടുവരണം? ഇവിടുന്ന് കൊണ്ടുവരണം. ഇവിടെയല്ലേ ഇനി 1 ഉള്ളൂ. അപ്പൊ ഇങ്ങോട്ട് കൊടുക്കുമ്പോ 10 ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് കൊടുക്കുമ്പോ ഇതെന്തായി? 1 ആയി. ഇവിടെ 1 0 ആയി. ഇങ്ങോട്ട് വന്നപ്പോ ഇത് 1 0. 1 0 എന്ന് 1 കുറച്ചാ 1. 1-ൽ നിന്ന് 1 കുറച്ചാ 0. 1 മൈനസ് 0 1. ഇവിടെ എന്തായി? കടം കൊടുത്തോടു കൂടി ഇത് 0 അപ്പൊ ഇത് ഈ 1-ൽ നിന്ന് കടക്കുക. ഇങ്ങോട്ട് കൊടുക്കുമ്പോ 1 0. അത് ഇങ്ങോട്ട് കൊടുക്കുമ്പോ ഇത് 1 0. ഇവിടെ 1 ആയി. 1 0 മൈനസ് 1 1 1 മൈനസ് 1 0. ഇവിടെ ഇപ്പൊ കടം കൊടുത്തോടു കൂടി ഇത് 0 അല്ലേ? അത് 0 0. ഇത് നോക്കിയേ, ഇത് ഇൻവാലിഡ് സ്റ്റേറ്റ് അല്ലേ രണ്ടാമത്തത്? അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യണം? 0 0 1 0 നിങ്ങൾ മൈനസ് ചെയ്യണം. ഓക്കെ, 1 മൈനസ് 0 1 ആണ്. 1 മൈനസ് 1 0 ആണ്. 0 മൈനസ് 0 0 ആണ്. 1 മൈനസ് 0 1 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് 1 മൈനസ് 1 0. ഇനി സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 1 1 0 അല്ലേ? 6 അല്ലേ കുറയ്ക്കേണ്ടത്? ഓക്കെ, 0 1 1 0 6 അല്ലേ നമ്മൾ കുറയ്ക്കാറ്? 2 എഴുതിപ്പോയി. 1 മൈനസ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 1 മൈനസ് 1 0. ഇനി ഇവിടെ എന്താണ്? 0 മൈനസ് 1 ചെയ്യാൻ പറ്റും. അപ്പൊ 1-ൽ നിന്ന് ഇങ്ങോട്ട് കടം കൊടുക്കുക. അപ്പൊ 10 മൈനസ് 10 സോറി 2 എന്ന് ഓർത്താൽ മതി. ഞാൻ 1 0 എന്നുള്ളത് 10 എന്ന് പറയുമ്പോൾ. അപ്പൊ 1 0 മൈനസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പൊ ഇവിടെ കടം കൊടുത്തോടുകൂടി ഇത് 0 അല്ലേ? 0 മൈനസ് 0 0. അപ്പൊ നിങ്ങളുടെ ആൻസർ നോക്കിയേ, 0 0 0 1 0 1 0 1 0 1 0 0 അല്ലേ? കഴിഞ്ഞില്ലേ? ഇതന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ? 1 5 4 എന്നല്ലേ കിട്ടിയത്? കറക്റ്റ് ആയില്ലേ? അതേ ഉള്ളൂ.